ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ സായാഹ്ന ആരാധനയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രാർത്ഥിക്കുവാനുള്ള നിയോഗങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. പുരപണി പൂർത്തിയാകുവാനും മകന് നല്ല ഒരു ജോലി കിട്ടുവാനും വേണ്ടി തങ്ങളുടെ വാടക മുറിക്ക് ഒരു നല്ല വാടകക്കാരൻ വരുവാനും വീട്ടിലുള്ള സാമ്പത്തികമായ പരാധീനതകൾ അവസാനിക്കുവാനും ആശുപത്രിയിൽ കഴിയുന്ന രോഗിയായ ഒരു മകനെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഭർത്താവിൻ്റെയും മകൻ്റെയും മദ്യപാനവും മറ്റ് ദൂഷ്യ സ്വഭാവങ്ങളും മാറുവാൻ വേണ്ടിയുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥന. മകന് ജോലി ലഭിക്കുവാൻ, മകളുടെ ശരിയല്ലാത്ത ഒരു ബന്ധത്തിൽ നിന്ന് മാറിക്കിട്ടുവാൻ, ജോലിയുള്ള മകൻ പലപ്പോഴും ജോലിക്ക് പോകാതെ മടിപിടിച്ചിരിക്കുകയോ മറ്റിടങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് മാറി ജോലിക്ക് പോകുവാനും കുടുംബത്തെ സഹായിക്കുവാനും, പ്രായമായവർക്കും കിടപ്പ് രോഗികൾക്കും വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന നമുക്ക് ഓർക്കാം. കോവിഡ് ബാധിതരും അതിൻ്റെ പാർശ്വഫലങ്ങൾ അനുഭവിക്കുന്നവരെയും പ്രത്യേകമായി ഇനി ആരാധനാ സമയത്ത് സമർപ്പിക്കാം. ഏതാണ്ട് 2 ആഴ്ചത്തേക്ക് മുൻപ് നമ്മുടെ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ച ഒരു കുടുംബം ഇന്ന് വൈകുന്നേരം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു മകന് വേണ്ടി, ജോലിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നു. ജോലി ലഭിച്ചു, വിസ ലഭിച്ചു. നാളെ രാവിലെ 10 മണിക്ക് മറ്റൊരു നാട്ടിലേക്ക് യാത്രയാവുകയാണ്. പ്രത്യേകമായി ആ മകനെ സമർപ്പിക്കാം. നന്ദിയോടെ ദൈവം നൽകിയ നന്മകൾക്ക് ആ കുടുംബത്തിനോടൊപ്പം നമുക്ക് ചേരാം. അതോടൊപ്പം നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ഈ ഇടവകയുടെ സമൂഹത്തിൻ്റെ എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ പ്രതീക്ഷയോടെ നമുക്ക് സമർപ്പിക്കാം.
നമ്മുടെ ഭവനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അവൻ കടന്നു പോകുമ്പോൾ നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ കുടുംബത്തിൽ, വ്യക്തിജീവിതത്തിൽ സംഭവിക്കേണ്ട സത്യങ്ങളുണ്ട്. ഒരു നിമിഷം ഒന്നോർക്കുക, എന്നാണ് നിന്റെ ജീവിതത്തിലൂടെ ദൈവം കടന്നുപോയെന്ന് നീ തിരിച്ചറിഞ്ഞ നിമിഷം? പ്രതീക്ഷിക്കാത്ത നിമിഷത്തെ സർവവും കൈവിട്ടുപോയെന്ന് തോന്നിയപ്പോൾ, രോഗിയായപ്പോൾ, ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് തോന്നിയപ്പോൾ, കൂടെയുള്ളവർ തിരസ്കരിച്ചപ്പോൾ, ഒറ്റപ്പെടുത്തിയപ്പോൾ, കുറ്റം പറഞ്ഞപ്പോൾ, ആക്ഷേപിച്ചപ്പോൾ, ആരും കൂടെയില്ല എന്ന് തോന്നിയപ്പോൾ നീ നിന്റെ ദൈവത്തെ കണ്ടു. അവന്റെ മുഖം നീ തിരിച്ചറിഞ്ഞു. കടന്നുപോകുന്ന ഈശോയുടെ മുഖം തിരിച്ചറിയുന്നിടത്താണ് നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കുക, നിന്റെ രോഗം സൗഖ്യപ്പെടുക, നിന്റെ കൂടെയുള്ളവരുമായി നീ രമ്യതപ്പെടുക, നിന്റെ ജീവിതത്തിലും നിന്റെ കുടുംബത്തിലും സമാധാനമുണ്ടാവുക. പരിശ്രമിക്കുന്നുണ്ട് ദൈവമേ, നീ പറയുന്ന വഴികളിലൂടെ നടക്കുവാൻ. അധ്വാനിക്കുന്നുണ്ട് ദൈവമേ, നീ പറയുന്നത് പോലെ ജീവിക്കുവാൻ. സങ്കീർത്തനം 127. കർത്താവ് ഭവനം പണിയാതിരുന്ന നീ അതിരാവിലെ എഴുന്നേൽക്കുന്നതും പകൽ മുഴുവൻ അധ്വാനിക്കുന്നതും വൈകി ഉറങ്ങാൻ പോകുന്നതും എല്ലാം വ്യർത്ഥമാണ്. എൻ്റെ ദൈവമേ, നിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടില്ല പലപ്പോഴും. എന്നാൽ ചിലപ്പോഴെങ്കിലുമൊക്കെ നിന്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അറിയാതെ മനസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ട്, ദൈവം എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ, ദൈവം എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ. ഓർമ്മപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ മുഖമുണ്ട്. സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, സൗഖ്യത്തിൻ്റെ, അത്ഭുതത്തിൻ്റെ. ഓർക്കാമൊരു നിമിഷം, ഈ തിരുവോസ്തിയിൽ എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഞാൻ കണ്ടെത്തിയ ഈശോയെ തിരിച്ചറിയുവാൻ. ദിവ്യകാരുണ്യനാഥനിലേക്ക് നോക്കുമ്പോൾ അവൻ്റെ മുഖം നീ കാണണം. ഗായക സംഘത്തോട് ചേരാൻ നമുക്ക്. ഗാനം ആലപിക്കുമ്പോൾ അവൻ്റെ തിരുമുഖം കാണുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. മനം കുളിരുന്നു
സ്നേഹം മാത്രം പകരുന്നോനേ, എന്നെന്നും കൺമണിയായി കരുതുന്നോനേ, ഓമനപുത്രനാക്കുവാൻ നാഥാ എന്റെ കൂടെ നീ വരേണമേ. ഉള്ളിനുള്ളിൽ സ്നേഹം മാത്രം പകരുന്നോനേ, എന്നെന്നും കൺമണിയായി കരുതുന്നോനേ, ഓമനപുത്രനാക്കുവാൻ നാഥാ എന്റെ കൂടെ നീ വരേണമേ. ഈശോയേ, ദിവ്യകാരുണ്യനാഥ, ഈ നിമിഷങ്ങളിൽ നിന്റെ മുൻപിലായിരിക്കുമ്പോൾ തിരിച്ചറിയുന്നു നീ കടന്നുപോയ വഴികളെ. എൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലൂടെ നീ കടന്നുപോയപ്പോൾ തിരിച്ചറിയാതെ പോയ നിമിഷങ്ങളെ. ഈശോയെ, ദിവ്യകാരുണ്യനാഥ, എത്രയോ പ്രാവശ്യം നിന്നെയും കാത്ത് ഞാനിരിക്കുമ്പോൾ നിന്റെ സാന്നിധ്യം ഞാൻ തിരിച്ചറിയാതെ പോയി. ഈശോയെ, സമർപ്പിക്കുന്നു ആ നിമിഷങ്ങളെ. ഇന്ന് നിന്നെയും കാത്തിരിക്കുമ്പോൾ നീ നിന്റെ മുൻപിലൂടെ കടന്നു പോകുമ്പോൾ, എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ കുടുംബത്തിലൂടെ, എൻ്റെ സമൂഹത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഈശോയെ ദിവ്യകാരുണ്യനാഥ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ, ഞങ്ങളുടെ സമൂഹത്തെ ശരിയല്ലാത്തവയിൽ നിന്നെല്ലാം നീക്കി നിന്റെ സ്നേഹത്തിലേക്ക് വരുവാൻ ദിവ്യകാരുണ്യനാഥ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. നീ വരും വഴിയരികിൽ നിന്നെയും കാത്തിരുന്നു, നിന്റെ ദിവ്യവചനങ്ങളേറെ കൊതിച്ചിരുന്നു. നീ വരും വഴിയരികിൽ നിന്നെയും കാത്തിരുന്നു, നിന്റെ ദിവ്യവചനങ്ങളേറെ കൊതിച്ചിരുന്നു. അന്തമാകും എന്നയനം നീ തുറന്നല്ലോ, ധന്യമായി എൻ്റെ ജീവിതം. ഈശോയെ, നന്ദിയേറെ ചൊല്ലിടുന്നു ഞാൻ. അന്തമാകും എന്നയനം നീ തുറന്നല്ലോ, ധന്യമായി എൻ്റെ ജീവിതം. ഈശോയെ, നന്ദിയേറെ ചൊല്ലിടുന്നു ഞാൻ. ഉള്ളിനുള്ളിൽ സ്നേഹം മാത്രം പകരുന്നോനേ, എന്നെ എന്നും കൺമണിയായി കരുതുന്നോനേ, ഓമനപുത്രനാക്കുവാൻ നാഥാ എന്റെ കൂടെ നീ വരേണമേ. ഉള്ളിനുള്ളിൽ സ്നേഹം മാത്രം പകരുന്നോനേ, എന്നെ എന്നും കൺമണിയായി കരുതുന്നോനേ, ഓമനപുത്രനാക്കുവാൻ നാഥാ എന്റെ കൂടെ നീ വരേണമേ, എന്റെ കൂടെ നീ വരേണമേ. സ്നേഹത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ നിത്യമായി നയിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങളിൽ ഞങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും നൽകുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപകടങ്ങളിൽ ഞങ്ങളെ നിത്യവും കാത്തുകൊള്ളുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് മോശമായവയെല്ലാം നീക്കിത്തരുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ മാതാപിതാക്കളെ രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ മക്കളെ തെറ്റായ വഴികളിൽ നന്മയിലേക്ക് നയിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ മക്കൾക്ക് നേരായ വഴികൾ പറഞ്ഞു കൊടുക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രമേയമാണ് കടന്നുപോക്ക്. ദൈവം കടന്നു പോകുന്ന വഴികളിൽ സംഭവിക്കുന്ന ഒത്തിരി സത്യങ്ങളുണ്ട്. പഴയ നിയമത്തിൽ തുടങ്ങുന്നതാണ് ഈ കടന്നുപോക്ക്. പുതിയ നിയമത്തിൻ്റെ അവസാനത്തിൽ അവൻ ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോഴും സംഭവിക്കുന്നത് അത്ഭുതങ്ങളും സൗഖ്യവുമാണ്. അവൻ കടന്നു പോകുമ്പോൾ നിന്റെ ഉള്ള്
ജീവിതത്തിൻ്റെ സാഹചര്യം, നിന്റെ ബന്ധങ്ങൾ മുറിക്കപ്പെടണം, ശുദ്ധീകരിക്കപ്പെടണം, സൗഖ്യപ്പെടണം. പഴയ നിയമത്തിൽ തമ്പുരാന്റെ ദൂതൻ കടന്നു പോകുമ്പോൾ ആരുടെയൊക്കെ വീടിന്റെ കട്ടിളപ്പടികളിൽ രക്തത്തിന്റെ അടയാളമുണ്ടോ അവയെല്ലാം സംരക്ഷിക്കപ്പെടുന്നു, സൗഖ്യപ്പെടുന്നു. ജ്ഞാനസ്നാനത്തിലൂടെ ദൈവത്താൽ മുദ്ര കുത്തപ്പെട്ടവനാണ് നീ. അവന്റെ മകനും മകളുമായി മുദ്ര കുത്തപ്പെട്ടുവെങ്കിൽ അത് സൗഖ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, രക്ഷയുടെ അടയാളമാണ്. എന്നിട്ടും എന്തേ നിനക്ക് നിന്റെ ജീവിതത്തിൽ ഇപ്പറയുന്ന കാര്യങ്ങളൊക്കെ നഷ്ടമാകും? എന്നിട്ടും എന്തേ നിനക്ക് നിന്റെ ജീവിതത്തിൽ ഇപ്പറയുന്ന കാര്യങ്ങളൊക്കെ നഷ്ടമാകും? ലൂക്കായുടെ സുവിശേഷത്തിൽ പനി ബാധിച്ചു കിടക്കുന്ന പത്രോസിന്റെ അമ്മായിയമ്മയെ സന്ദർശിക്കുന്ന ഈശോ. പനി ഒരടയാളമാണ്, മറ്റേതോ രോഗത്തിൻ്റെ അടയാളം. പനിയൊരു രോഗമല്ല, നേരെ മറിച്ച് നിന്നിലുള്ള, നിന്റെ ശരീരവുമായി ഒന്നു ചേരാത്ത, നിന്റെ ശരീരത്തിനുതകാത്ത, നിന്റെ ശരീരത്തിലുള്ള ഒരു വിഷം. അതിനെ പുറത്ത് ചാടിക്കുവാൻ വേണ്ടി നിന്റെ ശരീരം പ്രത്യുത്തരിക്കുന്ന ഒരു രീതിയാണ്. അവൾ പനി ബാധിച്ചു കിടക്കുകയായിരുന്നു. നിന്റെ ജീവിതത്തിൽ നീ നിശബ്ദനായി പോകുന്നുണ്ടോ? നിശബ്ദയായി പോകുന്നുണ്ടോ? നിനക്ക് നിന്റെ ജീവിതത്തിൽ നിന്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നിന്റെ ജീവിത പങ്കാളിയും നിന്റെ മക്കളും നിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളുമായുള്ള ബന്ധം നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? സംസാരിക്കുവാൻ പോലും സാധിക്കാത്ത നിലയിൽ ഈ ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ, അവന്റെ മുൻപിൽ ആരാധനയർപ്പിക്കുമ്പോൾ അവൻ പറയുന്നു, മകനെ, മകളെ, നീ എന്തേ നിന്റെ ജീവിത പങ്കാളിയോട് ഇങ്ങനെ സംസാരിക്കുന്നു? നീ എന്തേ നിന്റെ മാതാവിനോടും പിതാവിനോടും നിന്റെ മക്കളോടും സഹോദരങ്ങളോടും ഇങ്ങനെ സംസാരിക്കാതെ മിണ്ടാതെ നടക്കുന്നു? എത്ര ദിവസമായി ഒന്ന് സ്നേഹത്തോടെ സംസാരിച്ചിട്ട്? സമ്പത്തിന്റെ പേരിൽ മാതാപിതാക്കളെ മാറ്റി നിർത്തുന്നവർ, രോഗികളായതുകൊണ്ട് മാറ്റി നിർത്തുന്നവർ, ഇതൊക്കെ നിന്റെ ജീവിതത്തിലെ പനിയാണ്. നിന്റെ ഉള്ളിലുള്ള ചില പ്രശ്നങ്ങളുടെ പ്രസരണമാണ് നീ കാണുന്നത്. നിനക്ക് പനിയുണ്ടോ എങ്കിൽ ദിവ്യകാരുണ്യനാഥന്റെ മുൻപിലേക്ക് നീ നിന്നെ സമർപ്പിക്കാം. നീ രോഗിയാണോ, രോഗിണിയാണോ, അസ്വസ്ഥതയുള്ളവളാണോ, സമാധാനം നഷ്ടപ്പെടുന്നുണ്ടോ, സന്തോഷമില്ലാതെ പോകുന്നുണ്ടോ? ഇതൊരടയാളമാണ്. പനി പോലെ നിന്റെ ജീവിതത്തെ കാർന്നു തിന്നുന്ന മറ്റേതോ പ്രശ്നത്തിന്റെ അടയാളം. ഈശോ സന്ദർശിക്കുന്ന ഭവനങ്ങളിലൊക്കെ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, രോഗസൗഖ്യം നടക്കുന്നുണ്ട്, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നുണ്ട്. എങ്കിൽ ഇന്ന് നിന്റെ ഭവനത്തിലൂടെ, നിന്റെ കുടുംബത്തിലൂടെ, നിന്റെ ജീവിതത്തിലൂടെ, നീ ജീവിക്കുന്ന സാഹചര്യങ്ങളിലൂടെ ദിവ്യകാരുണ്യനാഥന്റെ ആരാധനയിലൂടെ നീ പങ്കെടുക്കുമ്പോൾ ഇവിടെ അത്ഭുതങ്ങൾ നടക്കണം. നിനക്ക് മാനസാന്തരം സംഭവിക്കണം, രമ്യതപ്പെടണം. ഈശോയെ പ്രാർത്ഥിക്കുക. തളർന്നു വീഴുവാൻ
നിരാശയിലാകുവാൻ അനുവദിക്കലേ. നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞു പോകുന്നുണ്ട്. നിശബ്ദത മാത്രം ഓരിയിടുന്ന മരുഭൂമിയിൽ ഞാൻ നിന്നെ കണ്ടെത്തി. നീ തളർന്ന് താഴേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ ഇരുകരങ്ങളും നീട്ടി കോരിയെടുത്ത് ഞാൻ നിന്നെ എൻ്റെ നെഞ്ചോട് ചേർത്തു. തമ്പുരാന്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, അവൻ ഇരുകരങ്ങളും നീട്ടി നിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ, നീ തളർന്ന് താഴേക്ക് വീണ് നശിച്ചു പോകാതിരിക്കുവാൻ അവൻ നിന്നെ കോരിയെടുത്ത് അവൻ്റെ നെഞ്ചോട് ചേർക്കും. ആലപിക്കാം നമുക്കൊന്ന് ആ ഇരടികൾ ഇടറി വീഴുവാൻ. ഇടറി വീഴുവാൻ ഇടതരല്ലേ യേശുനായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. ഭവനങ്ങളിലായിരുന്ന ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വയ്ക്കുക. നിന്റെ ഹൃദയത്തിലെ പ്രാർത്ഥനകൾ ഏറ്റവും സ്നേഹത്തോടെ ദിവ്യകാരുണ്യനാഥന്റെ കരങ്ങളിലേക്ക് ഇപ്പോൾ സമർപ്പിക്കുവാൻ സാധിക്കണം. കരങ്ങൾ നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് ഒരു നിമിഷം നിങ്ങളുടെ മാതാപിതാക്കളെ മനസ്സിലൊന്ന് ഓർക്കുക. ആ മാതാപിതാക്കളെ ദിവ്യകാരുണ്യനാഥന്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായിട്ട്. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം ജീവിതം പകുത്തു നൽകിയ ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്ന നിമിഷങ്ങളിൽ അവർക്ക് വേണ്ടി നന്മയോടെ ആയിരിക്കുവാൻ, അവരെ പരിരക്ഷിക്കുവാൻ, അവർക്ക് ആവശ്യമായവ നൽകുവാൻ, അവരുടെ വാക്കുകളിലൂടെ ജീവിക്കുവാൻ ഈശോയെ അനുഗ്രഹിക്കണമേ എന്ന് തളർന്നു പോകാതെ താഴെ വീഴാതെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ആലപിക്കാം. ഇടറി വീഴുവാൻ ഇടതരല്ലേ യേശുനായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. രോഗികളായിരിക്കുന്ന മാതാപിതാക്കളെ പ്രത്യേകമായ നിമിഷങ്ങളിൽ ഓർക്കാം. നെഞ്ചോട് ചേർത്ത്, ഹൃദയത്തോട് ചേർത്ത് ദിവ്യകാരുണ്യനാഥന്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. രോഗികളായിരിക്കുന്ന വൃദ്ധരായവർ, ഒറ്റപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെ ഒന്ന് മനസ്സിലോർക്കുക. ഈശോയെ, നീ കടന്നു പോകുമ്പോൾ അവർക്ക് സമാധാനം, സന്തോഷവും നന്മയും സൗഖ്യവും നൽകണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുക. അവരെ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ജീവിക്കാൻ അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആലപിക്കാം. ഇടറി വീഴുവാൻ ഇടതരല്ലേ യേശുനായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. നമ്മുടെ എല്ലാ യുവതിയുവാക്കളെയും ഓർക്കാൻ പ്രത്യേകമായ മനസ്സിൽ. ജീവിതത്തെ മുഖാമുഖമോ ദർശിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രത്യേകമായ അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മുടെ യുവതിയുവാക്കളെ ഓർക്കാം. ദൈവമേ, മക്കളെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഹൃദയത്തോട് ചേർത്ത് വെച്ച് ആ മക്കളെ പ്രത്യേകമായി ദിവ്യകാരുണ്യനാഥന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. പഠിക്കുന്ന, ജോലി ചെയ്യുന്ന, ജോലിക്കായി കാത്തിരിക്കുന്ന, ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുന്ന, മറ്റു നാട്ടുകളിലേക്ക് പോകുവാനുള്ള നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ള, തെറ്റായ വഴികളിലൂടെ നടക്കുന്ന, ശരിയല്ലാത്ത ശീലങ്ങളിലൂടെ പോകുന്ന, ശരിയല്ലാത്ത ബന്ധങ്ങളിൽപ്പെട്ടിരിക്കുന്ന നമ്മുടെ എല്ലാ മക്കളെയും പ്രത്യേകമായി മനസ്സിലൊന്ന് ഓർക്കാം. രോഗികളായിരിക്കുന്നവരെ ഓർക്കാം, ആശുപത്രികളിൽ കഴിയുന്നവരെ ഓർക്കാം. എല്ലാവരെയും മനസ്സിലോർത്തുകൊണ്ട് ഈശോയെ, അവർ തളർന്നു വീഴാതെ ധൈര്യപൂർവ്വമായിരിക്കുവാൻ, തെറ്റായ വഴികളിൽ നിന്ന് മാറുവാൻ, നിന്റെ കരങ്ങളിൽ പിടിച്ച് മുൻപോട്ട് പോകുവാൻ, ജീവിതത്തെ ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കുവാൻ ഞങ്ങളെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആലപിക്കാം. ഇടറി വീഴുവാൻ ഇടതരല്ലേ യേശുനായക. ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. ഇന്ന് ഈ ദിനത്തിൽ
നാം സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും പ്രത്യേകമായി മനസ്സിൽ ഓർക്കാം. ഓരോ കുടുംബത്തിൻ്റെയും സങ്കടത്തിൻ്റെ നിമിഷങ്ങളാണത്. നമ്മുടെ പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് വലിയൊരു ഉത്തരവാദിത്വം നാം ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്ന് നാം ശ്രമിച്ച എല്ലാ നിയോഗങ്ങളെയും മനസ്സിലൊന്ന് ഓർക്കാം. ആ കുടുംബങ്ങളെ പ്രത്യേകമായി ഓർക്കാം, ആ മക്കളെ ഓർക്കാം, അവരുടെ ആവശ്യങ്ങളെ ഓർക്കാം, രോഗങ്ങളെ ഓർക്കാം, പ്രത്യേകമായ സ്ഥിതിവിശേഷങ്ങളെ ഓർക്കാം. സമർപ്പിക്കാം ദിവ്യകാരുണ്യനാഥൻ്റെ കരങ്ങളിലേക്ക്. ദൈവമേ, അവർ തകർന്നു പോകാതെ, തളർന്നു പോകാതെ, വീണു പോകാതെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആലപിക്കാം. ഇടറി വീഴുവാൻ ഇടതരല്ലേ യേശുനായക, ഇടവിടാതെ ഞാൻ നല്ലിടയനോടെന്നും പ്രാർത്ഥിക്കുന്നിതാ. നീ തളർന്ന് താഴേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ ഇരുകരങ്ങളും നീട്ടി കോരിയെടുത്ത് ഞാൻ എന്നെ നിന്റെ നെഞ്ചോട് ചേർത്ത് പറയും, മകനെ മകളെ, നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ഈശോയുടെ ഏറ്റവും വലിയ സ്നേഹത്തെ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് അവൻ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങൾ. നന്ദിയുള്ള മക്കളായി മുന്നോട്ട് പോകാം. നന്ദിയോടെ ഈശോയുടെ മുൻപിലായിരിക്കുമ്പോൾ ഒരിക്കൽ കൂടി ആരംഭത്തിൽ പറഞ്ഞതുപോലെ നിന്റെ ജീവിതത്തെ ദൈവം സമർപ്പിച്ച് നീ പ്രാർത്ഥിച്ചപ്പോൾ അവൻ നിന്നെ സ്പർശിച്ച നിമിഷങ്ങളെ, ആ സാഹചര്യങ്ങൾ മനസ്സിലൊന്ന് ഓർക്കാം. ഏറ്റവും നന്ദിയോടെ നമുക്ക് ആലപിക്കാം. ഈശോയെ, നിന്നെ എനിക്കെന്തൊരിഷ്ടം. വരെ ദൈവം നൽകിയ എല്ലാ ദാനങ്ങളെയും മനസ്സിൽ ഓർക്കണം. ഇപ്പോൾ അതിന്റെ പൂർണ്ണതയിൽ ദൈവത്തിന് നന്ദി പറയണം. ദിവ്യകാരുണ്യനാഥായ നിമിഷം വരെ നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറയുകയാണ്. എൻ്റെ കുടുംബത്തെയും കുടുംബത്തിലുള്ളവരെ സന്ദർശിച്ച് സൗഖ്യപ്പെടുത്തി നന്മയിലേക്ക് നീ നടത്തുന്നതിന് ഈശോയെ ദിവ്യകാരുണ്യനാഥ നന്ദി. അനുഗ്രഹിക്കണമേ ഞങ്ങളെ. നീ എന്നെ സ്നേഹിക്കും പോലെ നിന്നെയും സ്നേഹിച്ചിടാനായി, നീ എന്നെ സ്നേഹിക്കും പോലെ നിന്നെയും സ്നേഹിച്ചിടാനായി, എന്നെ പഠിപ്പിക്കും വാത്സല്യമേ, നിന്നെ എനിക്കെന്തൊരിഷ്ടം, നിന്നെ എനിക്കെന്തൊരിഷ്ടം. ഈശോയേ, നിന്നെ എനിക്കെന്തൊരിഷ്ടം, ഈശോയേ, നിന്നെ എനിക്കെന്തൊരിഷ്ടം.
നിമിഷങ്ങളാണ്. അവൻ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളെ വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ്റെ കരങ്ങളിലേക്ക് നമ്മെ, നമ്മുടെ കുടുംബത്തെ, ഈ സമൂഹത്തെ ഏറ്റവും വിശ്വാസത്തോടെ സമർപ്പിക്കാം. ഈശോയെ, എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥന മനസ്സിലുണ്ടായിരിക്കട്ടെ. നമുക്ക് വിശ്വാസത്തോടെ, സ്നേഹത്തോടെ ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായി ഒരുങ്ങാം. സാഷ്ടാംഗം വീണു നാം ഏറ്റം മഹത്വാമി ഓദാശയേ നവ്യമീയാമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാദരം മാറി നിൽപ്പോ ഇന്ദ്രിയങ്ങൾ കെഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം ഇന്നുമെന്നും പാവനാത്മാവിനും ഔവീകം നിസ്തൂലം സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായി കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം അരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
സുഖകരമായൊരു സായാഹ്നം ആശംസിക്കുകയാണ്. ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് നമ്മെ വിട്ടുകൊടുക്കാം. അവൻ നമ്മെ സംരക്ഷിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.